യോ നിങ്ങൾക്ക് എന്തുവാ മനുഷ്യ? ആ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ മോടെ വീട്ടിൽ വന്ന് 2-3 ദിവസം നിന്നൂടായോ? എന്തോ പറയുവാ? അതെ, നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിലേ ഇങ്ങോട്ട് വാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ ഫോൺ വെച്ചേ. എന്തോ പറഞ്ഞാലും ഞാൻ വരുന്നില്ല ഇപ്പം. അച്ഛനാണോ? പിന്നെ അല്ലാതാരാ? ഇപ്പം നിന്നെ വിളിക്കും. ആ വിളിക്കുന്നു. എന്തുവാ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ വരുന്നില്ലെന്ന്. മോളെ വിളിച്ചു പറഞ്ഞാലൊന്നും ഞാൻ വരത്തില്ല. ഞാൻ വരുന്നില്ല. അങ്ങളവിടെ ഒറ്റയ്ക്കിരി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. അച്ഛൻ എൻ്റെ ഫോണിലേ വിളിച്ചു. അമ്മ ഇതിനെ അവരോട് ഇറക്കണേ. അതെ, നമ്മൾ ഇങ്ങനെയൊക്കെ ചില നമ്പറൊക്കെ ഇട്ടാലേ ഭർത്താക്കന്മാരുടെ മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു വിലയും കാണത്തില്ല. 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ല്, അപ്പോൾ കിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്ന്. എന്നെ ഞൊട്ടും. 2 ദിവസം കഴിഞ്ഞ് പോയാലല്ലേ ഉള്ളൂ. പോകാനുള്ള പ്ലാനൊന്നും ഇല്ലേ? അപ്പം നിനക്ക് എന്നെ ഇപ്പം അവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലയോ? അത് അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നല്ല, അല്ല അമ്മ അങ്ങോട്ട് പോവുമല്ലോ. അല്ലെങ്കിൽ എന്തിനാ പോണേ? 5-6 ദിവസം കഴിഞ്ഞിട്ട് പോവാ. ഇവിടെ നിൽക്ക്. അയ്യോ ഒന്ന് പോടി. എനിക്ക് എൻ്റെ കെട്ടിയനെടുത്ത് എന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഓ റൊമാൻസ്. റൊമാൻസാ. ഞങ്ങൾ ഇത്രയും വർഷമായിട്ടേ ഞങ്ങളൊന്ന് ചെല്ലിയ കഴിയുന്നേ. നിന്റെ കെട്ടിയൻ എന്തേടി? അങ്ങ് ദുബായിൽ, നീ ഇവിടെ. എടി നീ അവൻ്റെ അടുത്തങ്ങാണ് ചെന്ന് നിൽക്കി പെണ്ണേ. അശോ അളിയൻ കൊണ്ടുപോകില്ല. അളിയന് കുറച്ച് സമാധാനമൊക്കെ വേണ്ടേ അവിടെ? കേശുവേ മിണ്ടായിരിക്കട്ടാ, ചുമ്മാ അവളെ പിരിയാറ്റല്ലേ. അത് ശരി. അപ്പൊ എല്ലാരും എന്നെ അങ്ങനെയാണല്ലോ കാണണേ. ശരിയാക്കി തരാം. പോണോ കുഴപ്പമുള്ളത് പോണോ? കുഴപ്പമുള്ളത് പോവാ. ഞാൻ ഇതിനെ കുഴപ്പമെടുത്ത് പോണോ? ഞാൻ ഇനി അടുക്കളയിൽ കയറൂല. എന്റെ മൂഡ് മാറണ വരെ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ. അത്രേ ഉള്ളൂ. ചേച്ചി അതിലൊരു പുതുമയില്ല. ഓടാ. എന്തെങ്കിലും ഒരു കാരണം നോക്കിയിരിക്കുമായിരുന്നു. ഒരു കാരണം ഒത്തു കിട്ടി. അമ്മ പോവാൻ ഇറങ്ങിയതല്ലേ, ഒന്നും മിണ്ടാതെ അങ്ങ് പോയാൽ പോരായിരുന്നാ? ഇനി നോക്കിക്കോ, അവൾ ആ ചെറുക്കനെ വിളിച്ചിട്ട് ഒരു സ്വസ്ഥതയും കൊടുക്കൂല. അല്ലേ, നിന്റെ പറച്ചിൽ കേട്ടതൊന്നുമല്ലോ. ഞാനിവിടെ വഴക്കുണ്ടാക്കാൻ വന്നാന്ന്. ഞാനങ്ങ് പോയേക്കാം. അതുകൊള്ള നമുക്ക് വഴക്കുണ്ടാക്കിയാലേ പോകാൻ പറ്റുള്ളൂ. സ്ഥിരമുള്ള പതിവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് അതെൻ്റെ തോളത്തെടുത്ത് വെച്ചിട്ട് കൈ വീശി അങ്ങ് പോവും. ഞാനിത് കേൾക്കണം. എൻ്റെ മോളെ കാണാനേ ഞാൻ അവിടെ നിന്ന് ഓടിപ്പടച്ച് വന്നതല്ലയോ. പക്ഷെ നീ ഇതും പറയും, ഇതിനപ്പുറം പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനുണ്ടല്ലോ, ഇനി ഈ വീടിൻ്റെ പടി ഞാൻ ചവിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ നീ? ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടത്തില്ലെന്ന് കേട്ടോ? എന്തോ നിന്റെ നാക്കിറങ്ങിപ്പോയോ? നിന്റെ മുണ്ടാട്ടം മുട്ടിയോ? മിണ്ടടി, എടി മിണ്ടേ. എന്നാ നീ ഇനി മിണ്ടണ്ട. ഞാൻ കാണിച്ചു തരാം. ഞാൻ പോവാടി. പോയി. എടാ അമ്മൂമ്മ നമ്മളിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അമ്മൂമ്മ പോവും. അമ്മൂമ്മക്ക് സ്ഥിരം പതിവുള്ളതാണല്ലോ. പോവാൻ ടൈം ആകുമ്പോൾ ഇവിടെ ആരോടെങ്കിലും വഴക്കുണ്ടാകും, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഇപ്പം വഴക്ക് ദീർഘിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ മിണ്ടി ആ വഴക്ക് നീണ്ടങ്ങ് പോകൂലേ? പറഞ്ഞാലും കാര്യമുണ്ടല്ലേ. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. അമ്മ 2 ദിവസം കഴിയുമ്പോഴേ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വന്നോളൂ. സ്വാഭാവികം. ഇല്ലെങ്കിൽ അപ്പൂപ്പ അവിടെ നിന്ന് ഇറക്കി വിടും, ഉറപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രസ്സ് നല്ലതായിട്ടുണ്ട്. നല്ല ഇതുണ്ട്. ആ ഡിസൈൻ പാറ്റേൺ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് ആദ്യമായിട്ട് ഡ്രസ്സൊന്നും അല്ലല്ലോ, ഇന്നാണോ കാണുന്നത്? ഇത് നേരത്തെ ഇട്ടിട്ടുണ്ടാ? അയ്യോ ഇല്ലേ. ആര്? ഹലോ, അതെ ഗൗരിയാണ്. പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു. ദുബായിലേക്ക് അയച്ച. അതെ. ഇല്ലീഗൽ പ്രൊഡക്ട്സാ? സാർ നമ്പർ മാറിയതാണോ? ഹലോ, ഡൽഹിയിൽ നിന്ന്. ഇല്ല സാർ, എന്തോ ഇല്ലീഗൽ പ്രൊഡക്ട്സ്. ഹലോ, ഹസ്ബൻഡാണ് സാർ. പറയാം സാർ. ഗൗരി. ഓ ഹിന്ദി ഹിന്ദി മാലൂം ഹൈ സർ. മലയാളത്തിൽ അറിയാം. മലയാളം അറിയാമല്ലോ. ബാംഗ്ലൂർ ഞാൻ ഒരു പ്രോഡക്റ്റ് പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നു. പ്രോഡക്റ്റ് അല്ല, കുറച്ച് ടാബ്ലറ്റ്സ്. ആശയ്ക്ക് അയച്ചതാ. ആശ എന്ന് പറഞ്ഞ ആൾക്ക് അയച്ചെന്ന് സാർ. അല്ല, അവരെ കൊടുക്കാം. ഹലോ,
അല്ല സർ, അങ്ങനെയൊന്നും അല്ല സർ. ഹോണസ്റ്റ്ലി ഞാൻ പറയണം, അങ്ങനെയൊന്നും ഇല്ല സർ. സാറിൻ്റെ പേരെന്താണ് സാർ? ഇവിടെ നിൽക്കട്ടെ. ഹലോ, ഓക്കെ സർ. വച്ച് അച്ഛാ, ആ നീ ടാബ്ലറ്റ് അയച്ചാ? അയ്യോ, അത് ആശയ്ക്ക് ഞാൻ ഒരു ടാബ്ലറ്റ് അയച്ചു കൊടുത്തു. ടാബ്ലറ്റും കുറച്ച് ഹോം മെയ്ഡ് പിക്കിൾസ് ഒക്കെ. ആ, അത് എനിക്ക് അറിഞ്ഞൂടാ. വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ എന്തോ ഇല്ലീഗൽ പ്രോഡക്ട്സ് പാഴ്സൽ ചെയ്തേക്കണമെന്ന്. ആണോ? ആണോ? അവര് വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ, വിർച്വൽ അറസ്റ്റ് എന്താ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് ഇനിയും വിളിക്കും എന്നൊക്കെ പറഞ്ഞില്ല. എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ആ വിളിക്കണ്. ധൈര്യമായിട്ട് ഹലോ, ക്രെഡിറ്റ് കാർഡാ? ഇന്നാ നാളെ ജയിലിൽ പോകാൻ നിൽക്കണേ. എനിക്ക് എന്തിനാണ് ക്രെഡിറ്റ് കാർഡ്? ആര് ജയിലിൽ പോകുമ്പോൾ? ഒന്നുമില്ലല്ലേ? സത്യം പറഞ്ഞ ഗൗരി, ബാംഗ്ലൂര് പോയിട്ട് വന്നപ്പോഴേ നിന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്തോ ഒരു മാറ്റം. ഞാൻ പറയട്ടാ ബാംഗ്ലൂര് പോയി അവിടെ ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ ഒരാൾ തീർന്നു. ചേട്ടാ ഇത് എന്തോന്ന് പറയണ ചേട്ടാ? അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ പറ, ഞാൻ കേക്കട്ട്. ചേട്ടാ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൊറിയർ എൻ്റെ ഫ്രണ്ടിന് അയച്ച്. അതിൽ കുറച്ച് ടാബ്ലറ്റും പിന്നെ കുറച്ച് ഹോം മെയ്ഡ് പിക്കിളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്നെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയാണ് എന്നെ വിർച്വൽ അറസ്റ്റ് ചെയ്തേക്കാണ്. അതിൽ കുറച്ച് ഇല്ലീഗൽ പ്രോഡക്ട്സ് ഉണ്ടെന്ന്. അറസ്റ്റാ? എന്തോ ഇല്ലീഗല്? ഒന്നുമില്ലല്ലേ? അളിയും ചേച്ചിയുടെ അടുത്തൊന്നും പറയണ്ട. എന്നാ പറയാൻ പറ്റിയ കാര്യമാണല്ലോ. അളിയ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി മേലുദ്യോഗസ്ഥൻ വിളിക്കും. അപ്പോൾ അതൊരു അറസ്റ്റ് തന്നെയാണ്, വിർച്വൽ അറസ്റ്റ്. ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞാൽ അവർ വരും, അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യോ? ആരെ അറസ്റ്റ് ചെയ്ത്? ആരെ അറസ്റ്റ് ചെയ്യണം? ആരാ പറഞ്ഞ? അറസ്റ്റ് അല്ലേ ചെയ്യുക, അറ്റസ്റ്റ്. അറ്റസ്റ്റാ? ആ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തില്ലേ അതിൻ്റെ. ആരുടെ? ഇവിടെ ഗൗരിയുടെ. ഗൗരി പുറത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അറ്റസ്റ്റ് നേരത്തെ ചെയ്ത് അതിനെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ ഗൗരി? ആയിരിക്കും. ആയിരിക്കുമെന്നോ? അല്ല, ആണ് ചേച്ചി. ഒന്നും അങ്ങനെ കണക്റ്റ് ആവണില്ലല്ലോ രണ്ടുപേരും പറയണത്. എവിടേക്കോ കരിഞ്ഞു പോകാനുണ്ടല്ലോ. എന്തോ കാര്യം? ശരി, നമ്മളൊന്നും പറഞ്ഞില്ല, ഒന്നും സംസാരിച്ചില്ല. ശരി, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞു. എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തോ കാര്യമാണെന്ന് മനസ്സിലായി. കുഴപ്പമില്ല, എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാണല്ലോ പറയാത്തത്. പറയണമെന്നില്ല. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. എന്ത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കാൻ നോക്ക് കേട്ടോ. വെറുതെ തല പോയാൽ നിൽക്കണ്ട. ചേട്ടൻ ഇവിടെ തലയിൽ ചരിച്ച് വെച്ചിരുന്നോ? മുഖത്ത് നോക്കാണ്ടിരിക്കുമ്പോഴേ എനിക്കറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. കുഴപ്പമില്ല. ഡാ, ഇങ്ങേറെ വാക്കും കേട്ടിട്ട് പോയി കുഴി ചാടല്ലേ കേട്ടോ. കുഴി ചാടിയിട്ട് എൻ്റെ അടുത്തേക്ക് വതേക്കരുത്. ഗൗരി പോട്ടാ. എന്താ എന്തോന്ന് ചെയ്യൂലേ അപ്പം? പിന്നെ വിളിക്കണ്, വീഡിയോ കോൾ ചെയ്യാണ്. ആണോ? സംസാരിക്കും. ചേച്ചി കേട്ടാലോ? പിന്നെ ഇറങ്ങി വെളിയിൽ പോയി സംസാരിക്കും. വെച്ചിട്ടേക്കാം. ഓ, Hello. Yes, sir. Yeah, I'm Gauri. Yeah. I'm the one who sent the parcel. Yes. Hey, it's just a drug, sir, and some homemade pickles. I mean, tablet. Tablets. Yeah. It's medicine. എന്തൊക്കെയോ പറയണ ശ്രീ. No, sir, it's my husband. ഗുഡ് മോർണിംഗ്. ഹെഡ്സെറ്റ്. ആ സർ. വാട്ട് സർ? നോ വൈഫ്. മീ ഹസ്ബൻഡ്, മൈ വൈഫ്. നോ ഡ്രഗ്. വാട്ട് സർ? സർ, മൈ അളിയൻ. ഹലോ സർ. ഹലോ. യെസ് സർ. ഹലോ. യെസ്. ഹലോ. ഓക്കെ സർ. സർ, what do you want, sir? Pardon?
Drugs? What drugs? No, I am only alcohol. No drugs. No drugs use. ഞാൻ ഇന്നസെന്റ് എന്ന് പറ. Sir, she is innocent, sir. യെസ് ഐ എം ഇന്നസെന്റ് സർ. Okay, sir. Okay, bye. തുറച്ചു നോക്കണം. സംസാരിക്കും. ഓക്കെ Tell me, sir. Okay. ഓക്കെ സർ. ഓക്കെ ഓക്കെ കോളിയെന്ന് പറയാം മച്ചാൻ വിളിക്കും. ഇങ്ങോട്ട് വിളിക്കാം, ഇനിയും വിളിക്കാം. ഇനി വിളിക്കും. ഇത് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുകയാണ്. വിർച്വൽ അറസ്റ്റ് അല്ലേ? അപ്പൊ ഇത് ടെൻഷൻ ആവാതെ നീ എല്ലാം കൂടെ ടെൻഷൻ ആക്കണ എന്തിനാണ്? നമുക്ക് ഇത് മൊത്തത്തിൽ ടെൻഷൻ ആക്കാതെ അല്ല. ഇത് ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും അളിയാ സംഭവം? ഞാൻ ഇവിടെ എന്താ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു പറയില്ല. എനിക്ക് പോകാൻ പറ്റുമോ? അവൾ അറസ്റ്റ് ചെയ്താ എനിക്ക് പോകാൻ പറ്റും. പിള്ളേരുണ്ടോ? ഈ പിള്ളേരെ നോക്കണ്ടേ? അങ്ങനല്ല, പിന്നെ ഒരു ഇത് നടന്നതല്ലേ. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയണ്ടേ? ഇങ്ങനെ ഇത് സോൾവ് ചെയ്യാന്ന് പറ. റെമഡി. ആ ചേട്ടാ ഞാൻ ജയിലിലാവണമെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. ജയിലാ പിന്നെ ജീവിച്ചില്ലെങ്കിൽ എന്ത്? ജയിലിൽ കിടക്കല്ലേ അളിയ. ഈ എനിക്ക് വലിയ കണക്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ അളിയന് നെയ്യാറ്റിങ്കര ആരൊക്കെ പരിചയല്ലേ? നെയ്യാറ്റിങ്കര അച്യുതൻ നേരെ അറിയാം. ആ ഒന്ന് വിളിക്കണം അളിയ. പക്ഷേ പുള്ളി മരിച്ചുവേടാ. 2-3 വർഷം മുമ്പ് മരിച്ചുപോയി. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് പുഷ്പമ്പർ സോൾവ് ചെയ്തതിന്. ബോംബെ പോലീസ്, നീ ബോംബെയിലേക്ക് ജനിച്ചു വളർന്നില്ലേ? ഡൽഹിയിലേക്ക് അവിടുത്തെ പോലീസ് എന്ത്? നമുക്ക് വേറെ ആരെങ്കിലും ഇതായിട്ടുണ്ട്. ഞാൻ ഒരു ആരെ വിളിക്കാൻ എൻ്റെ ഫോണോടെ നീ ആരെങ്കിലും വിളി. ഞാൻ നോക്കിക്കോളാം. ഞാൻ എൻ്റെ ഗൗരി, ഞാനും എൻ്റെ രീതി നോക്കാം കേട്ടാ. അമ്മ അവിടെ ചെന്നിട്ട് എന്തുണ്ട് വിശേഷം? അല്ല ഇവിടെ നിന്ന് വഴക്കിട്ടൊക്കെ പോയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്നുമില്ലമ്മ പറ. ശരി. അപ്പൊ ശ്രീകുട്ടൻ്റെ ഗൗരി ആരെങ്കിലും വിളിച്ചായിരുന്നു അങ്ങോട്ട്? ചേടാ എനിക്ക് ചോദിക്കാൻ പാടില്ലേ? വിളിച്ചായിരുന്നാ പറ ഒന്ന്. ഇല്ലേ? ആ എന്നാ ശരി, ഞാൻ വിളിക്കാം. അപ്പം അവിടെ വിഷയമൊന്നുമില്ല. ഒറ്റയ്ക്ക് സംസാരിക്കണം. അല്ല ഗൗരിയെ, ഗൗരിക്ക് എന്താ? അല്ല എന്തോ അവരെന്നോട് എന്തോ മറച്ചു വെക്കുന്ന പോലെ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയാൻ ഞാൻ പടവലത്തെ അമ്മയൊന്ന് വിളിച്ചു നോക്കിയതാ. അവിടെ വിഷയമൊന്നുമില്ല. പക്ഷേ അമ്മായി വന്നപ്പോൾ തൊട്ട് ഭയങ്കര മൂഡ് ഓഫാണ്. ഞങ്ങളടുത്ത് വെറുതെ ചൂടായി. ഇനിയിപ്പോൾ ചിലപ്പോഴേ മാമനും അമ്മായി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണാം, സൗന്ദര്യം പിണക്കം വല്ല അതുകൊണ്ടായിരിക്കും. അല്ല ഗൗരി ശ്രീകുട്ടനൊക്കെ അവിടെ നിന്നിട്ടേ സംസാരിച്ചപ്പോൾ ഗൗരിയുടെ വായിൽ നിന്ന് അറിയാതെ അറസ്റ്റ് എന്നുള്ള വേർഡ് വന്ന്. അപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ അത് അറ്റസ്റ്റാക്കി. എന്തോ ഒരു മറക്കുന്നുണ്ട്. ബാലു ആണെങ്കിൽ എന്നെ കണ്ടിട്ട് എൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ അങ്ങ് നടന്നു പോവുകയും ചെയ്തു. അച്ഛ അങ്ങനെ ചെയ്താ? അല്ലമ്മ, ഇങ്ങനത്തെ ഒരു അൺയൂഷ്വൽ കാര്യേ 3 പേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുമോ? എന്താണ് യൂഷ്വല്? ആ ഗൗരി ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കണുണ്ടായിരുന്നു. അത് ഞങ്ങളോട് സംസാരിച്ചപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 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 നോക്കുന്നുണ്ടായിരുന്നു. നോക്കണ്ടായില്ല? ഓ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പ്രശ്നം ഫോണിലാണ്. ഫോൺ കംപ്ലൈന്റ് ആയി കാണൂ. അപ്പൊ നമ്മടുത്ത് ചൂടായത് അതിനാണ്. അതല്ല കൊച്ചേ, അമ്മായിനെയും കുട്ടുമാവനെയും പേടിപ്പിക്കുന്ന അച്ഛന് മാത്രം അറിയാവുന്ന എന്തോ ഒരു കാര്യം ആ ഫോണിലുണ്ട്. ബാബു ചോദിക്കാം. ഏയ് ചോദിച്ചു അങ്ങോട്ട് ചെന്നാൽ മതി, ഇപ്പൊ പറഞ്ഞു തരും. അമ്മായി ഫ്രീ ആണോ? അയ്യോ അല്ല അമ്മായി ഫ്രീ ആണെങ്കിലേ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരായിരുന്നു. ഞാൻ ഫ്രീ ഒന്നുമല്ല. വാന്നേ പോയിട്ട് വരാം. ഇല്ല ചേച്ചി ഞാൻ ഇല്ല. പ്രശ്നങ്ങളൊക്കെ തീർന്നാ? പ്രശ്നമൊന്നുമില്ല ചേച്ചി. അമ്മായി, അമ്മയുടെ ഫോണെന്ന് എനിക്കറിയോ? ഫോണൊന്നും തരാൻ പറ്റില്ല പാറു. എന്തൊരു പരിപാടി അമ്മായി, അവൾ ഇടയ്ക്കിടെ ഇങ്ങനെ വീഡിയോ കാണാൻ ചോദിക്കുന്നല്ലേ, കൊടു. അതല്ലടാ, എനിക്ക് കുറച്ച് അർജന്റായിട്ട് കോൾ ചെയ്യാനുണ്ട്. ഞാൻ വരാം. രഹസ്യം വല്ലതും ഉണ്ടോ ഫോണില്? മുങ്ങിയതണ്ട മുങ്ങിയതണ്ട. ഉറപ്പിച്ചോ? 100% ഉറപ്പിച്ചോ? എന്തോ വലിയ കാര്യമുണ്ട്. അതുള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടത്. കുഴപ്പമില്ല. നിങ്ങൾ അച്ഛൻ്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന്. സാരില്ല, ഓടിച്ചാടി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും തളന്നിട്ട്. പിടിക്കാം, ഇതിലേക്ക് അയച്ചിട്ട് പിടിക്കാം കേട്ടാ. ഹലോ, എന്തെവിടെ ഇരിക്കണേ? അവർ രണ്ടുപേരും എന്തേ? ബാലുവും ശ്രീകൂട്ടനും
അവർ പുറത്തു ഇരിക്കണം. ഇത് രാവിലെ അമ്പലത്തിൽ പോയി പെട്ട ഡ്രസ്സല്ലേ, മാറ്റണില്ലേ ഇത്ര നേരോട്ട്? ഇത് ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ചേച്ചി. അതാണ്. നോക്കൂ ഒരു മിനിറ്റ്. പറ, എന്താണ് ടെൻഷൻ? ചേച്ചി ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. പക്ഷെ ഒന്നും ഇല്ല ചേച്ചി. പറ ഒന്ന് മര്യാദക്ക്. മര്യാദ ചോദിച്ചാൽ പറയത്തില്ല അല്ലേ? പെട്ടെന്ന് പറ വെച്ചേ. ചേച്ചി എന്നെ വിർച്വൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. വെർച്വൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിരിക്കുകയാണെന്നോ? അല്ല പാഴ്സൽ അയച്ചിട്ട് അതിനകത്ത് മയക്കുമരുന്നോ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആണെന്നും പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിരുന്നോ? ചേച്ചിയെ വിളിച്ചാ? എന്നെ ആരും വിളിക്കേണ്ട ആവശ്യം ആർക്കൊന്നും അയച്ചില്ലല്ലോ. കൊച്ചേ ഈ കാലത്തൊന്നും അല്ലേ കൊച്ചു ജീവിക്കണേ? ഇപ്പൊ ഈ മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണതാണല്ലോ, ഇതൊന്നും കാണുന്നില്ലേ? അതല്ലേ ചേച്ചി, ആദ്യമേ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്ത് സംശയം? കൊച്ചെ രാവിലെ തന്നെ ഞാൻ ചോദിച്ചാണല്ലോ, ആദ്യം എന്നോട് പറഞ്ഞുവിടായിരുന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെയല്ലോ ഇതൊക്കെ. എന്നിട്ടിപ്പോ അവൻ എന്താ പറയണേ? അല്ല അവരെന്താ പറയണേ? ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 5 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. ഈശ്വര, 5 ലക്ഷം ഒന്നിട്ട് കൊടുത്താ? കൊടുത്തിട്ടില്ല. അത് ഒപ്പിക്കാനാണ് ശ്രീയും ചേട്ടനും കൂടെ. എന്റെ കൊച്ചെ കൊടുത്തേക്ക് കൊടുത്തെന്ന് പറ. ഇപ്പൊ തന്നെ നമുക്ക് ബാങ്കിൽ ബ്ലോക്ക് ചെയ്യാത്. ഇല്ല ചേച്ചി, കൊടുത്തിട്ടില്ല. എന്ത് പണിയാടേ കാണിച്ചത്? നിനക്ക് പറഞ്ഞൂടായിരുന്നു എന്റെ അടുത്ത്? ഞാൻ ചേച്ചിയുടെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു. ഓ, ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയില്ല, സന്തോഷം. ഇവിടെ ഒരുത്തരും 1 രൂപ പോലും കൊടുക്കാൻ പോണില്ല. പിന്നെ കോൾ വന്നപ്പോൾ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കുറേ ഫ്രണ്ട്സായിട്ട് പോയെന്നല്ലേ പറഞ്ഞേ? കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ അവരുടെ കൊറിയറോ അവിടെ സാധനങ്ങളോ മാറിപ്പോകാൻ സാധ്യത ഇല്ലാതില്ല. അതോ ഇനി മനഃപൂർവ്വം മാറ്റി വെച്ച് അമ്മായിയെ കുടിക്കുകയാണോ? എടാ ഇത് കുടിക്കുകയൊന്നും അല്ല, ഇത് വെർച്വൽ അറസ്റ്റ്, പുതിയ തട്ടിപ്പ്. കണ്ടുപിടിച്ചല്ലേ? ഈ കഴിഞ്ഞ ദിവസം വരെ ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ 5 ലക്ഷം രൂപയാണ് തട്ടിയത്. കുടുംബത്തിലെ കാര്യം ആദ്യം അറച്ച് ഇനി നടക്കൂല. അവന്മാരൊരു വെർച്വൽ അറസ്റ്റ്. ഗൗരി, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ചോദിച്ച പൈസ ഏത് ബാങ്കിൽ ഇടണമെന്ന് പറയാൻ വേണ്ടി അവന്മാർ വിളിക്കും. അത് അവന്മാർ അവസാനത്തെ വിളിയായിരിക്കും. അതേനെ കേട്ടാ, മാർക്കറ്റ് നല്ലത് പണിയാണ്. ഞാൻ രാവിലെ പോലെ ഇവിടെ കിടന്ന് തീ തന്നെയാണ്. അവന്മാരെ വെർച്വൽ അറസ്റ്റ്. ഇനി ആരെടുത്ത് അവന്മാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ വിളിക്കുന്നു. എടുക്ക്. ഹലോ, യെസ് ഗൗരി. 5 lakhs? Yeah, the amount is ready. 10 lakhs കൊടുക്കാൻ പറഞ്ഞു. Hello sir. Sir, 10 lakhs thoda over sir. Any Christmas offer, any discount, anything sir? No. Sir, my wife is very poor family sir, me also. Yes sir. What sir? No case sir, no case. Please sir, I am begging you sir. Please sir. Sir, no 10 lakhs sir. 5 lakhs is ready. We are ready to pay sir. Sir, 5 lakhs. No other side, no this side. Approval. Oh sir. Before that, one person want to talk to you sir. Important person. I will give it to him sir. Sir. ഹലോ, വേർ ഇസ് ദ ലേഡി? എന്നാ ലേഡി കൂടെ തന്നെ ഉണ്ട്. ആണെൻ്റെ പേരെന്തര്? ആണാ? എൻ്റെ പേരാ? എൻ്റെ പേര് മാർട്ടിൻ ജോസഫ്. സ്ഥലം പറഞ്ഞാൽ മതി, പണം ഏത് അക്കൗണ്ട് ഇടണമെന്ന് പറഞ്ഞാലും മതി. എടാ സൂര്യവംശി, യു അറസ്റ്റ് മൈ സിസ്റ്റർ ഇൻ ലോ. I arrest virtual, I arrest you. What's your rank? What's your designation? Which badge? Who's your father? Filling the blanks with suitable words.
റിയൽ ഫേസ്. അത് ഊരി കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂല കേട്ടോ അങ്ങേര് പറയണേ. അതന്നെ. കേൾക്കരുത്. ചെന്തരിച്ച ഈ സാധനം ഇടക്കിടയ്ക്ക് വെച്ച സംശയം തോന്നൂലേ? നേരിട്ടതിൽ ഖേദിക്കുന്നു. എടാ സൂര്യവംശി, ഡൽഹി കസ്റ്റംസ് ഓഫീസർമാരുടെ എല്ലാ ലിസ്റ്റും ഞാൻ അടിച്ചു പറക്കി, അതും തലപ്പത്തുള്ളവന്മാരുടെ. നിന്റെ പേരതിലില്ലടാ. നീ കേരള പോലീസിൻ്റെ ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റ് നീ അടിച്ച് പറക്കി നോക്ക്. തലപ്പത്ത് കാണൂടാ ഈ മാർട്ടിൻ ലൂഥർ കിങ്. ചേട്ടാ, മാർട്ടിൻ ലൂഥർ കിങ് അല്ല, മാർട്ടിൻ ജോസഫ്. മാർട്ടിൻ ജോസഫ്. ഞാൻ സംസാരിക്കാം. അതെ, ഫോണിലായി പോയി, അല്ലെങ്കിൽ എന്റെ ചെകിടടിച്ച് ഞാൻ പൊളിച്ചാന് കേട്ടോടാ. സാറാ, സർ പ്ലീസ് എൻകൗണ്ടർ ഹിം സർ. പേടിച്ചോടി. അയ്യോ അയ്യോ, സത്യം പറഞ്ഞ നന്നായില്ലേ? അല്ലേ ഇത്ര നാടകങ്ങൾ ക്ലബിലും സ്കൂളിലും കോളേജിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? അമ്മമാർക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ? വെറുതെ തട്ടിപ്പോയി വെട്ടിപ്പോയിട്ട് കിടക്കുക. അവന്മാര് പണിയെടുക്കുക തന്നെ, മോശം ജീവിക്കണ്. എന്തായാലും ഇവന്മാര് ആരെ ഇനി ജന്മത്തെ ഇങ്ങനെ പറ്റിക്കൂല. പറ്റിക്കണമെന്ന് അവന്മാർ ചിന്തിക്കുമ്പോ അപ്പ പറഞ്ഞെത്തും രാജൻ ജോസഫ്, മാർട്ടിൻ ജോസഫ്. മക്കളെ, അച്ഛനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. ഗൗരി ഹാപ്പി അല്ലേ? പിന്നെ പക്ഷേ ഒരു പ്രശ്നം, ഞാൻ ഒരു കഥാപാത്രത്തെ ഉള്ളിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ 1-2 മാസം എടുക്കും അത് എന്നെ ഇറങ്ങിപ്പോവാൻ. അതാണ് പ്രശ്നം. മാമോയ്, അച്ഛൻ ഇത്രയും കാലവും ഒരുപാട് വേഷം കിട്ടിയിട്ടുണ്ടെങ്കിലും കുടുംബത്തിന് ഗുണമുണ്ടാവേണ്ട വേഷം ഇത് ആദ്യമാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.